ഹലോ നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണ്. അപ്പോൾ എനിക്ക് നീലേശ്വരം കൊട്ടാരത്തെപ്പറ്റി അറിയാനായിട്ട് ചെറിയ ആഗ്രഹമുണ്ട്. എന്താണ് ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രം? എത്ര വർഷമായി ഈ കൊട്ടാരം ഇവിടെയുണ്ട്? ആരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്? ഇത് നീലേശ്വരം രാജവംശത്തിൻ്റെ കൊട്ടാരമാണ്. അല്ലട സ്വരൂപത്തിൻ്റെ കൊട്ടാരമാണിത്. ഇവിടെ തൊട്ടപ്പുറം തെക്കേ കോവിലകം, വടക്കേ കോവിലകം, കാവൂർ കോവിലകം, കിഴക്കേ കോവിലകം, 4 കോവിലകമാണ് ഇതിൻ്റെ ഭരണം നടത്തുന്നത്. നീലേശ്വരം തമ്പുരാൻ എന്ന് പറയും. ഇവരിപ്പോൾ ചെറുക്കൽ തമ്പുരാൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. കണ്ണൂർ ചെറുക്കൽ തമ്പുരാൻ്റെ ഭാഗമാണ് ഈ തമ്പുരാൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാജഭരണം ഉണ്ടായ കാലത്ത് ഇത് അവരെ ന്യായാധിപസാറാണ്, കോടതിയാണ് അവരെ. ഇവിടെയാണ് നമ്മൾ വിധി കൽപ്പിക്കൽ. എല്ലാ സമുദായത്തിൻ്റെ ഉയർന്ന അച്ഛന്മാർ വരും. നായന്മാർ അച്ഛൻ, ഈ സമുദായത്തിൻ്റെ അച്ഛൻ, എല്ലാ വിഭാഗത്തിൻ്റെ അച്ഛന്മാർ ഇവിടെ രാജാവ് 10 മണിക്ക് വരും. വന്നിട്ട് ഇവിടുന്ന് നിയമങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ശിക്ഷ നടപ്പിലാക്കും. കുറ്റം ചെയ്തവരെ പടനായർ പോയിട്ട് പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ അവരെ മുമ്പിൽ അയരാക്കും, രാജാവിൻ്റെ മുമ്പിൽ അയരാക്കി ഇത് ന്യായാധിപസ്ഥ വിധി പ്രഖ്യാപിക്കും. അപ്പോൾ കുറ്റം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തീരുമാനിക്കുക. അപ്പോൾ ശിക്ഷ അപ്പോൾ ഒരു കോടതി, ഇന്നത്തെ ജനാധിപത്യ കോടതി കണക്കെ പണ്ടത്തെ ഒരു കോടതിയുടെ ഭാഗമായി ഇത് വിശാലമായ സ്ഥലമുണ്ട്. ഈ സിംഹമുദ്ര എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ, ഇപ്പോൾ കാട്ടിലെ രാജാവ് സിംഹമാണല്ലോ. അതെ. അപ്പോൾ നാട്ടിലെ ഈ രാജാവിൻ്റെ ദേവി പരാശക്തി ദേവിയുടെ വാഹനമാണ് സിംഹം. അപ്പോൾ നമ്മൾ ദേവി സിംഹത്തിന്റെ രൂപത്തിൽ ദേവിനെ കാണുന്നില്ലേ? രാജാവ് ദേവിയുടെ ആരാധനയാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഈ സിംഹമുദ്ര വരുന്നത്. സിംഹമുദ്ര പറഞ്ഞാൽ നമ്മളെ ഗൗരവം, നമ്മളെ ഭാവം, സിംഹത്തിന്റെ ഭാവം നമുക്ക് വരും. ഒരു കാലത്ത് അധർമ്മം പ്രവർത്തിക്കാൻ പാടില്ല, ന്യായം കറക്റ്റായിരിക്കണം, പേടി ഭയം ഒന്നും ഇല്ലാതെ നീതി നടപ്പിലാക്കാന്ന സിംഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ സിംഹത്തിന്റെ ശക്തി, സിംഹം എത്ര ആക്രമിച്ചാലും സിംഹം പരാജയപ്പെടില്ല, കീഴ്പ്പെടുത്തും. അതാണ് ആ സിംഹത്തിന്റെ രൂപം ആചരിക്കുന്നതിൽ കൂടി നമ്മൾ ജനങ്ങളെ ന്യായാധിപൻ, നല്ലൊരു ഉറച്ച രാജാവ്, നല്ല പ്രൗഢി, ഗാംഭീര്യം, ശക്തിയിലുണ്ടാവണം ആ സിംഹമുദ്ര. അതാണ് ദേവിയുടെ ഭാഗം. അപ്പോൾ ദേവി തോക്കില്ല, ഏറ്റവും ശക്തി കൂടിയതാണ് പരാശക്തി ദേവി. ദേവിയുടെ ഭാഗനാണ് ഈ സിംഹം. അപ്പോൾ ഈ കൊട്ടാരം ഇപ്പോഴും പഴഞ്ചൻ രീതിയിലാണ്, പെയിന്റ് അടിച്ചിട്ടുള്ള ഒന്നുമില്ല. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ആരും ചെയ്യുന്നില്ല. എന്താണ് അതിന്റെ കാര്യം? കൊട്ടാരം രാജഭരണം നഷ്ടപ്പെടുത്തുമെങ്കിലും പ്രഭാവം ഉണ്ട് അത്ര വരെ. ഇത് 10-200 ആളുണ്ട് അതിന്റെ ലീഗൽ കെയർ ഇന്ന് വരുന്നുണ്ട്. പണ്ട് രാജകുടുംബത്തിന്റെ പരമ്പര വരുമ്പോൾ 10, 100, 160 ആള് ലീഗൽ കെയർ വരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ എല്ലാവരും കൂട്ടായ്മയോട് ചെയ്യാനേ പറ്റും. ഇത് 10 ഓഹരി വെക്കാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ ഒരു ഇപ്പോൾ വൃത്തിയാക്കും, നീലേശ്വരത്തെ അവർക്ക് വേണ്ടി വൃത്തിയാക്കും. അപ്പോൾ അതൊരു കുറേ ആൾക്കാർ മെമ്പറാകുമ്പോൾ പിന്നെ ധനം എടുക്കാൻ ഒരാൾ നിൽക്കില്ലല്ലോ. അപ്പോൾ അവരെ സംഘടിപ്പിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതിന്റെ വകയിൽ നീലേശ്വരം രാജാസ് ഹൈസ്കൂളുണ്ട് കുറച്ചപ്പുറം. ആ രാജാസ് ഹൈസ്കൂളിൽ കുറേ ആൾക്കാരുണ്ട്. രാജാസ് ഹൈസ്കൂളിൽ യു പി സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ട്. അപ്പോൾ ഇതിൽ മൂത്ത ആൾ 4 താവഴിയിൽ 4 മൂത്ത ആളാണ് അതിൻ്റെ ട്രസ്റ്റ്. പിന്നെ അതിൻ്റെ നമ്മൾ തറവാട്ടിലൊക്കെ ആചാരം കൊള്ളുമ്പോൾ തമ്പുരാനെ വരുത്തും. തമ്പുരാൻ വരുന്നിട്ട് വേണം നമുക്ക് ആചാരം കൊള്ളാൻ കിട്ടും ഇവരെ വീടുന്ന്. അപ്പോൾ ഇത് കേരള ഗവൺമെൻറ് ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് ഈ സംഭവം ഏറ്റെടുക്കാത്തത്? അവർ ഏറ്റെടുത്താൽ കുറച്ചും കൂടെ പരിഷ്കരിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ കൂടുതൽ ഭംഗിയായിരിക്കത്തില്ല. എന്താണ് അതിൻ്റെ കാര്യം? ഇവർ കൊടുക്കാൻ 160 ആളുണ്ടല്ലോ, 160 ആളുണ്ടല്ലോ കൊടുക്കാൻ. അപ്പോൾ ഒരാൾ കടത്താതെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 120 ആളുടെയും സമ്മതത്തോടുകൂടി മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായം കൊടുക്കണ്ട. എന്നല്ല, നമ്മൾ നാട്ടിൽ തന്നെ അതിൻ്റെ കമ്മിറ്റി ട്രസ്റ്റെല്ലാം ആക്കിയിട്ട് സംരക്ഷിക്കുന്നത് നല്ലത്. ഗവൺമെൻറ് കൊടുത്താൽ അത് ഭരണാധികാരി മാറുമ്പോൾ അതിൻ്റെ പ്രൗഢിയെല്ലാം മാറ്റി പണ്ടത്തെ ചിട്ടെല്ലാം രൂപമെല്ലാം മാറ്റി ആദ്യ ഇതിലേക്ക് വരും. അതുകൊണ്ട് പഴയ രീതിയിൽ തന്നെ വേണം. അല്ല, ഞാൻ പറയുന്നത് പഴയ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് അതിൻ്റെ രൂപമാറ്റമൊന്നും വരുത്താതെ പെയിൻ്റൊക്കെ ചെയ്ത് അങ്ങനെ അറ്റകുറ്റപ്പണി അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൂടെ? ഇത് ഒരു പണി നടക്കുന്നില്ലല്ലോ. 160 ആളായതുകൊണ്ടിരിക്കൂലേ, 160 ആൾ ലീഗൽ കെയർ ആയതുകൊണ്ടിരിക്കൂലേ. അപ്പോൾ ഇതിന് എത്ര വർഷത്തെ പഴക്കം കാണും ഈ ബിൽഡിങ്ങിന്? അത് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര ഇത് വർഷം എഴുതി തോന്നുന്നു. വർഷം അവിടെ രാജകുടുംബത്തിന്റെ വീട്ടിൽ എഴുതിയിട്ടുണ്ട് ഇതിന്റെ വർഷം. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? ഇവിടെ അമ്പലമുണ്ട്, ശിവക്ഷേത്രമുണ്ട് ഇതിന്റെ വകയിൽ. അപ്പോൾ ഈ രാജവംശം, ഈ രാജാവ് എങ്ങനെയാണ് ആ രാജഭരണത്തിന് അന്ത്യം വന്നത്? എന്ത് പറ്റി? ബ്രിട്ടീഷ് ഭരണം വരുമ്പോൾ ബ്രിട്ടീഷുകാർ ഓട്ടോമാറ്റിക് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗത്ത് തന്നെ രാജഭരണം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. ഇന്നും ഏറ്റെടുത്തു. അപ്പോൾ ജനാധിപത്യത്തിലേക്ക്, ഇപ്പോൾ ജനാധിപത്യത്തിലേക്ക് രാജഭരണം പോയി ജനാധിപത്യം വരുമ്പോൾ രാജാവിന്റെ അധികാരങ്ങളെല്ലാം കുറഞ്ഞില്ലേ. എന്നാലും ക്ഷേത്രങ്ങളിൽ അച്ഛന സ്ഥാനാരോപണം ചെയ്യുമ്പോൾ തമ്പുരാൻ്റെ ഒക്കെ പോകണം. നമുക്ക് ഹിന്ദുക്കൾക്കായാൽ നമുക്ക് അച്ഛൻ്റെ സ്ഥാനാരോപണം ചെയ്യുമ്പോൾ തറവാട്ടിലെ മൂത്തച്ഛൻ. അപ്പോൾ ആ രാജകുടുംബത്തിലെ അംഗങ്ങൾ ഇപ്പോഴിവിടെ ഉണ്ടോ? ഉണ്ട്. അവിടെ അവരെ ഉടയാളും വാളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അച്ഛൻ സ്ഥാനം നമ്മൾ തറവാട്ടിലൊക്കെ പോയാൽ അകത്തുനിന്ന് ഉടയാളും വാളൊക്കെ എടുത്ത് വരും. വാളൊക്കെ എടുത്ത് വന്ന് പട്ടൊക്കെ വിരിച്ചിട്ട് നമുക്ക് എന്താക്കും, നമുക്ക് അവര് പിന്നെ അപ്പോൾ വളശ്ശേരി അച്ഛനെങ്കിൽ കമ്പിക്കാത്ത് നമ്പ്യാറെ എന്ന് മുന്നോട്ട് വിളിക്കും. എന്നിട്ട് നമുക്ക് ആചാരം തരും. നമുക്ക് ആചാരം തന്നിട്ട് നമ്മെന്താക്കും, ഒരു കത്തി തരും അത് തീർക്കാൻ. അപ്പോൾ ആ കത്തി കൊണ്ട് പണ്ട് ശിക്ഷ നടപ്പിലാക്കാൻ അയാൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ കത്തി കൊണ്ട്
എന്തെങ്കിലും ഭീഷണി ഉണ്ടോ കുത്തിയാൽ കേസില്ല പണ്ട്. കേസില്ല. അതൊരു ഇന്നത്തെ എസ് പിയിലൊക്കെ റിവാൾവർ അടിക്കാണ്. ഇന്നത്തെ ജനാധിപത്യമായിട്ട് DSP റിവാൾവർ അടിക്കാണ് ഈ കത്തി. ഓക്കെ ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഒരു പച്ച കത്തിന് ചുറ്റി അരക്കിക്കണം. എന്നിട്ട് അച്ഛന് അമ്പലത്തിൽ പോവാം, നാട്ടിലേക്ക് പോവാം. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛനാണ് തീരുമാനിക്കല്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെയാണ് ഇത് അതിൻ്റെ എന്തോ പിന്നെ തുളസിത്തറയാണ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ ബ്രഹ്മസൂത്രത്തിൽ കിഴക്കോട്ടിലും ഭവനമായത്. കിഴക്കോട്ട് ഭാഗത്ത് തുളസിത്തറ ഇത്. ഈ ഭവനത്തിന് ഇങ്ങോട്ടാണ് കിഴക്കോട്ടാണ് ഇതിൻ്റെ പ്രധാന ദൃഷ്ടി. അപ്പോൾ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? അങ്ങനെ അറിയാമോ? ഇപ്പം നാട്ടുകാരും തമ്പുരാൻ കുടുംബക്കാർക്ക് ഇങ്ങനെ നടത്തുന്നുണ്ടാവും. ഇപ്പോൾ കുറച്ച് വൃത്തിയുണ്ടല്ലോ. ഓക്കെ. ഇപ്പോൾ നമ്മൾ അദ്ദേഹം പരിപാടിക്ക് വൃത്തിയാക്കും. അപ്പോൾ ആ പൈസ കൊണ്ട് നടത്തും. അപ്പോൾ രാജ കുടുംബക്കാർ വ്യത്യസ്ത സ്ഥലത്തേക്ക് പോയില്ലേ, സംബന്ധമായിട്ടെല്ലാം പോയത് കൊണ്ട് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിലും ആടി ഇവിടെയെല്ലാം പോയതുകൊണ്ട് അവർക്ക് ഇവിടെ ഒന്നിച്ചില്ല. വ്യത്യസ്ത നാട്ടിൽ അവരെ ഇല്ല താമസം. വടകരയുണ്ട്, വടകരയിൽ നിന്ന് അവർ വരും. കല്യാണം കഴിച്ചിട്ട് വ്യത്യസ്ത രീതിയിൽ പോകുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.